വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ്. മല്ലു ട്രാവലർ രാജ്യത്തോട് കാണിച്ച നെറുകേട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസൽ കാരാട്ടെന്നല്ല പറയാ. പുള്ളിക്കാരനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മല്ലു ട്രാവലർ നമ്മുടെ രാജ്യത്തോട് കാണിച്ച നെറുകേട് എന്താണ്, എങ്ങനെയാണ്, ഏതാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ നാടിനെ, ദേശത്തെ ദ്രോഹിച്ചുകൊണ്ട് മല്ലു ട്രാവലർ എന്ന ബ്ലോഗർ തുർക്കിയിലൂടെ ഇപ്പൊ വലിയ യാത്രയൊക്കെ നടത്തിയിട്ട് വീഡിയോകൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മല്ലു ട്രാവലർ രാജ്യദ്രോഹം ചെയ്തുകൊണ്ട് തുർക്കിയിലൂടെ ട്രാവൽ ചെയ്യുന്നു എന്നാണ് ഫസൽ കാരാട്ട് പറയുന്നത്. രണ്ട് വീഡിയോകളാണ് തുർക്കിയുമായി ബന്ധപ്പെട്ട് തുർക്കിയിലൂടെയുള്ള യാത്രകൾ. ശരി, ഞാൻ മല്ലു ട്രാവലിന്റെ ചാനൽ കയറി നോക്കി. 2 അല്ല, ടോട്ടൽ 3 വീഡിയോസ് ഉണ്ട്. മേ ബി 2 വീഡിയോസ് വന്നു കഴിഞ്ഞപ്പോഴായിരിക്കും ഫസൽ ഈ രാജ്യദ്രോഹം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇറക്കിയത്. ഈ മല്ലു ട്രാവലർ എന്ന ബ്ലോഗർ ഷാക്കിർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഈ വ്യക്തിയൊക്കെ എത്ര നെറുകേടാണ് നമ്മുടെ നാടിനോട് ചെയ്യുന്നത്. തുർക്കിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ സുന്ദരമാണ് തുർക്കി. നല്ല പാലങ്ങള്, നല്ല റോഡുകള്. പറ്റുമെങ്കിൽ എനിക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കണം, ഓരോ സ്ഥലങ്ങൾ കാട്ടിയിട്ടൊക്കെ. സ്വിറ്റ്സർലൻഡിനേക്കാൾ സുന്ദരമാണ് തുർക്കിയാണ് ഏറ്റവും. അത്തരത്തിൽ ഒരു ഉളുപ്പുമില്ലാതെയാണ് ഈ ബ്ലോഗർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചാനലിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും മല്ലു ട്രാവലറിന്റെ വീഡിയോയിൽ ഉടനീളം മുഴുവൻ തുർക്കിയെ പൊക്കി അടിച്ച് നിങ്ങൾ തുർക്കിയിൽ പോകണം, തുർക്കി സീനാണ്, ഇതാണെന്ന് പറഞ്ഞ് വീഡിയോ ഫുൾ അങ്ങനെയാണെന്നാവും നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും ഫസലിന്റെ വീഡിയോ കഴിഞ്ഞിട്ട് മല്ലു ട്രാവലറിന്റെ വീഡിയോയും കൂടെ ഒന്ന് കാണാം. മല്ലു ട്രാവലർ 3 വീഡിയോയിലായിട്ട് എന്തുമാത്രം തുർക്കിയെ പൊക്കി അടിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. എത്ര നെറുകേടാണ് നമ്മുടെ നാടിനോട് ഈ വ്ലോഗറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വന്നിട്ട് ഒരു കമന്റ് മുന്നോട്ട് വെക്കാം. ഒരു ഉദാഹരണം മാത്രം. ഇൻഷാ അല്ലാഹ് തുർക്കിയിലെ വില്ലേജ് വീഡിയോ പ്രതീക്ഷിക്കുന്നു ബ്രോ, ലൗചിനം. അതിന് പറയുന്ന മല്ലു ട്രാവലർ വന്നിട്ട് ലൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പോസിറ്റീവ് കമന്റ്സിന് മാത്രമല്ല, ഇതിനകത്തുള്ള നെഗറ്റീവ് കമന്റ്സിനും കുറേ കമന്റ്സിന് ഇതുപോലെ ലൈക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇത് മാത്രം പൊക്കി പിടിച്ചിട്ട് പുള്ളിക്കാരനെ ഇങ്ങനെ രാജ്യദ്രോഹിയാക്കാൻ പറ്റും. പോസിറ്റീവ് കമന്റ്സിന് നെഗറ്റീവ് കമന്റ്സിന് എണ്ണം എടുത്തിട്ട് നെഗറ്റീവ് കമന്റ്സിനാണ് കൂടുതൽ ലൈക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ പുള്ളിക്കാരനെ രാജ്യദ്രോഹി അല്ലാതാക്കുവോ ഇവൻ? രാജ്യം ഏത് സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്? തുർക്കി നമ്മൾ പാകിസ്ഥാനുമായിട്ടാണ് ഒരു പ്രശ്നമുള്ളത് എങ്കിലും, നമ്മൾ പാകിസ്ഥാനെ അടിച്ചതെങ്കിലും, പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ തിരിച്ചടിക്കുന്നതിൽ ഉപയോഗിച്ചിട്ടുള്ള നിരവധി ആയുധങ്ങൾ ഈ പറയുന്ന തുർക്കിയുടേതാണ്. തുർക്കി കൊടുത്ത ആയുധങ്ങളുമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാനെ ആക്രമിച്ചത്. ആ തുർക്കിക്കെതിരെ ഈ രാജ്യത്തോട് കൂറുള്ള ആളുകള് വലിയ രീതിയിൽ ബഹിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ കേന്ദ്ര സർക്കാരാണെങ്കിൽ വിമാന സർവീസ് കമ്പനികൾ പോലും വിലക്കേർപ്പെടുത്തി നമ്മുടെ വ്യാപാരികൾ അവിടെ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ ഇറക്കുമതി ചെയ്യുന്നത്, തുർക്കി ആപ്പിൾ ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുന്നു. 1000 കോടി രൂപയുടെ വ്യാപാരമാണ് നമ്മുടെ വ്യാപാരികൾ നിർത്തിവെച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് നിന്ന് തുർക്കിയിലൊക്കെ യാത്രക്ക് പോകുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ആ യാത്രയൊക്കെ തന്നെ നിർത്തിവെച്ചിരിക്കുന്നു, തുർക്കിയെ ബഹിഷ്കരിച്ചിരിക്കുന്നു. രാജ്യത്തോട് കൂറുള്ള ആളുകൾ മത്സരിച്ചുകൊണ്ട് തുർക്കിക്കെതിരെ ബഹിഷ്കരണം നടത്തുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ മല്ലു ട്രാവലർ വലിയ രീതിയിൽ വലിയ ആവേശത്തിൽ തുർക്കിയിലൂടെ വീഡിയോ ചെയ്തിട്ട് സുന്ദരാണ് എന്ന്. മാത്രമല്ല തുർക്കിയിലെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് കാണൂ. വളരെ സുന്ദരമാണ് എന്നൊക്കെ നിരന്തരം വിളിച്ചു പറയാം. എന്നൊരു നെറുകേടാണ് സ്വന്തം രാജ്യത്തോട് ചെയ്യുന്നത്. ഫസൽ പറയുന്നത് ഭയങ്കര ആവേശമാണ്, ആവേശത്തിൽ പൊക്കി അടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇത് കേട്ടിട്ട് എനിക്ക് അറിയില്ല. മല്ലു ട്രാവലിന്റെ വീഡിയോയും കൂടെ കണ്ടതുകൊണ്ട് ഇതെല്ലാം കോമഡി ആയിട്ട് തോന്നുന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. ചിലപ്പോൾ വീഡിയോ കാണാത്തവർക്ക്, ഞാനും ഫസ്റ്റ് ഫസലിന്റെ ഈ വീഡിയോ കണ്ടപ്പം ഞാൻ വിചാരിച്ചു മല്ലു ട്രാവലർ അങ്ങനെയൊക്കെ ചെയ്തോ, ഇത്ര ഇങ്ങനെ സീനായിരിക്കുമ്പോൾ ഇതിനും മാത്രം തുർക്കിയെ പൊക്കി അടിച്ചുകൊണ്ട് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണോ മല്ലു ട്രാവലർ വീഡിയോ ചെയ്തതെന്ന് ഞാനും ചിന്തിച്ചായിരുന്നു. എന്നിട്ടാണ് ഞാൻ പോയിട്ട് പുള്ളിയുടെ ഫുള്ള് വീഡിയോ കുത്തിയിരുന്ന് കണ്ടു. എനിക്ക് തോന്നുന്നു ആ വീഡിയോയും കൂടെ കണ്ടതുകൊണ്ടാകും ഫസലിൻ്റെ ഈ കണ്ണുരുട്ടി ഊതി വീർപ്പിച്ച് തള്ളി വിടുന്നതൊക്കെ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. ഇവൻ പറയുന്നത് ഭയങ്കര ആവേശത്തിലാണ്, മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാവരും പോയി കാണണം, കണ്ടേ പറ്റൂ, നിങ്ങൾ കണ്ടിരിക്കണം എന്നൊക്കെ മല്ലു ട്രാവലർ പറഞ്ഞ രീതിയിലാണ് ഇവൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് വന്ന ഫീൽ അതാണ്. നിങ്ങൾക്ക് എന്ത് ഫീലാണ് വരുന്നത് അറിയത്തില്ല, എനിക്ക് വന്ന ഫീൽ അതാണ്. മല്ലു ട്രാവലർ ആ ഒരു രീതിയിൽ അങ്ങനെ നിങ്ങളെ തുർക്കി കണ്ടേ പറ്റൂ എന്നും പറഞ്ഞ് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ഇവന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു ഫീൽ അടിച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പലരും പറയും, ഈ പ്രശ്നത്തിനൊക്കെ മുമ്പേയാണ് ഇവരൊക്കെ യാത്രയൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക, അപ്പൊ നമ്മൾ അവരെ പറയരുത്, ന്യായീകരിക്കാൻ നെറുകെട്ടവന്മാരെത്തല്ലോ. അപ്പൊ അവരോട് പറയാനുള്ളത്
എത്തി ഗൈസ്. ആ ന്യായീകരിക്കാൻ വന്ന നെറികെട്ടവന്മാരിൽ ഒരാൾ ഞാനുമാണ്. മിക്കവാറും ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഞാനും രാജ്യദ്രോഹിയായിട്ട് മുദ്ര കുത്തപ്പെടാം. ഇനി ഫസലിൻ്റെ മുന്നിലെങ്ങാനും എൻ്റെ ഈ വീഡിയോ പെട്ട് കഴിഞ്ഞാൽ ഞാനും നെറികെട്ടവൻ, രാജ്യദ്രോഹി, ഭീകരവാദി ഒക്കെ ആകാൻ വളരെയധികം സാധ്യതകളുണ്ട്. ഇങ്ങനെ ഇത്രയും വലിയൊരു വേൾഡ് ടൂർ നടത്തുമ്പോൾ ഈ ഏതൊക്കെ റൂട്ട് വഴി പോകണം, ഏതൊക്കെ രാജ്യത്തെ പെർമിറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നേരത്തെ തന്നെ എടുത്തു വെച്ചതായിരിക്കൂലേ. ഈ യുദ്ധമൊക്കെ നടക്കുന്നതിന് കുറേ മുന്നേ തന്നെ പുള്ളിക്കാരൻ യാത്ര തുടങ്ങിയതാണ്, ബൈക്കിൽ ഇറങ്ങി പോയതാണ്. ഈ തുർക്കിയിലെത്തുന്ന ആ സമയത്ത് എനിക്ക് ഇതിൻ്റെ ടൈം ലൈൻ കറക്റ്റ് മാച്ച് ചെയ്തൊന്നും പറയാൻ അറിഞ്ഞൂടാ. എന്നാലും ഇപ്പോൾ യുദ്ധം നടന്നു, ബഹിഷ്കരിച്ചു എന്നറിയുമ്പോൾ ഉടനെ തന്നെ നിൽക്കുന്ന നിപ്പിൽ നിൽക്കുന്ന രാജ്യത്തു നിന്ന് ഈ റൂട്ടൊക്കെ മാറ്റി വേറെ റൂട്ട് വഴി പോകാം, വേറെ രാജ്യത്തൂടെ പോകാം, വേറെ പെർമിറ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളാണോ ഈ ഒരു രാജ്യത്ത് കയറി ഇറങ്ങി പോകാനുള്ള പെർമിറ്റുകൾ, അല്ലെങ്കിൽ അവിടെ വണ്ടി ഓടിക്കാനുള്ള പെർമിറ്റുകൾ, സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇതിങ്ങനെ ബഹിഷ്കരിച്ചു എന്നൊരു ന്യൂസ് കേൾക്കുമ്പോൾ അന്ന് രാവിലെ എണ്ണീറ്റ് എഴുതി കൊടുത്ത 2 മണിക്കൂർ കഴിയുമ്പം കൈ കിട്ടുന്ന സാധനങ്ങളാണോ ഇതെല്ലാം? എനിക്കറിയില്ല. അങ്ങനെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊക്കെ സമയം എടുക്കൂലേ? ഇതിൽ കൂടുതൽ അറിവുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വേൾഡ് ടൂർ ഒക്കെ പോകുന്ന ഇതുപോലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അന്താരാഷ്ട്ര ലെവലിൽ നടക്കുന്ന വിഷയങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കൂ. അതൊക്കെ അറിഞ്ഞിട്ടും മലപ്പുറം തന്നെയല്ലേ ഈ വ്യക്തിക്ക് അങ്ങോട്ടേക്ക് പോകുന്നത്? അന്താരാഷ്ട്ര വിഷയങ്ങൾ ഇപ്പം വേൾഡ് ടൂർ നടത്തുന്ന ആളാവണമെന്നൊന്നും ഇല്ല. ഫോൺ തുറന്നു കഴിഞ്ഞാൽ ആളുകൾക്കെല്ലാം ആർക്ക് വേണമെങ്കിലും അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ബഹിഷ്കരിച്ചു എന്ന ന്യൂസ് കേൾക്കുമ്പോൾ രാവിലെ എണ്ണീറ്റ് രാജ്യം മാറ്റി വിടാനുള്ള പെർമിറ്റുകൾ, സാധനങ്ങൾ, അതിനുള്ള അനുമതികളെല്ലാം കിട്ടുമോ? ഇത്ര പെട്ടെന്ന് കിട്ടുമോ എന്നതാണ് എൻ്റെ ചോദ്യം. അതിനുള്ള ഉത്തരം ഫസൽ തന്നാൽ നന്നായിരുന്നു. ആയിരക്കണക്കിന് കോടി രൂപയുടെ വ്യാപാരങ്ങൾ നിർത്തിവെച്ച് ഒരു ട്രാവലർ മാത്രമല്ല ഈ തുർക്കിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് ആളുകൾ അവിടേക്ക് പോകുന്നതൊക്കെ തന്നെ വിലക്കേർപ്പെടുത്തി അല്ലെങ്കിൽ അവിടേക്ക് പോകുന്നത് നിർത്തിവെച്ചോ? എന്തുകൊണ്ട്? രാജ്യത്തോടുള്ള സേവ അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഏത് രാജ്യത്ത് പോയാലും ഇന്ത്യക്കാരൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും, പണിയൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ തുർക്കിയിലും ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരൊക്കെ കാണൂലേ? അപ്പോൾ അവർ രാജ്യദ്രോഹികളാകുമോ? അവർ ഈ ബഹിഷ്കരണ സമയത്ത് ജോലിയൊന്നും രാജിവെച്ച് തിരിച്ചു വന്നില്ലെങ്കിൽ അവരും രാജ്യദ്രോഹികൾ, ഭീകരവാദികളാകുമോ, നെറികെട്ടവരാകുമോ? എൻ്റെ ഒരു സംശയമാണ്. മേ ബി നമുക്കങ്ങ് വിചാരിക്കാം തുർക്കിയിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ജോലി ചെയ്യുന്നില്ല എന്ന് നമുക്കങ്ങ് വിചാരിച്ച് സമാധാനിക്കാം. ഈ വീഡിയോ കണ്ടപ്പോൾ വന്ന എൻ്റെ ജെനുവിനായിട്ടുള്ള എൻ്റെ ഉള്ളിൽ തട്ടിയുള്ള സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യക്കാരും തുർക്കിയിൽ ജോലി ചെയ്യുന്നില്ലേ? അഥവാ ഇങ്ങനെ ബഹിഷ്കരണ സമയത്ത് അവർ ജോലി രാജിവെച്ച് വരാത്തത് കാരണം അവരും രാജ്യദ്രോഹികളാകുമോ? ഫസലിന്റെ കാഴ്ചപ്പാടിൽ അവരും രാജ്യദ്രോഹികൾ ആകുമോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. രാജ്യം ഇത് ആഗ്രഹിച്ചിട്ടുള്ള ഒരു തിരിച്ചടിക്കുകയാണോ? അല്ല, നമ്മുടെ സമാധാന അന്തരീക്ഷത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്ന സമയത്ത് പഹൽഗാമില് ഭീകരരെത്തിയിട്ട് മതം ചോദിച്ചിട്ട് കലിമ ചൊല്ലാൻ പറഞ്ഞുകൊണ്ട് ആളുകളെ തിരഞ്ഞെടുത്ത് കൊല ചെയ്ത് അതിന് മറുപടിയാണ് നമ്മുടെ രാജ്യം ചെയ്തത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളോ നമ്മുടെ രാജ്യമോ ഒരിക്കലും ഈ പറയുന്ന പാകിസ്ഥാനെ അടിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷെ നമ്മളെ ചൊറിഞ്ഞത് കൊണ്ട് നമ്മൾ തിരിച്ചടിച്ചതാണ്. ആ സമയത്ത് പാകിസ്ഥാൻ നമ്മളെ അടിച്ചത് പറയുന്ന തുർക്കിയുടെ ആയുധങ്ങളുമായിട്ടാ. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ മികവുറ്റവരായതുകൊണ്ടാ തുർക്കിയുടെ ഒരു സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് എത്താൻ സാധിക്കാതിരുന്നത്. അല്ല, ഈ യുദ്ധ സമയത്ത് പാകിസ്ഥാൻ തുർക്കിയുടെ സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ, ചൈനയുടെ എന്തൊക്കെയോ സാധനങ്ങൾ ഉപയോഗിച്ചില്ലേ? അപ്പൊ നമ്മൾ ചൈന എന്താ ബഹിഷ്കരിക്കാൻ? നമ്മുടെ സൈന്യം തകർത്ത് കരിപ്പണമാക്കിയ ആയുധങ്ങൾ തകർന്ന് വീണ സമയത്ത് തുർക്കിയുടെ ആയുധങ്ങളാണ് എന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതാ. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ഒരു ഉളുപ്പുമില്ലാതെ തുർക്കിയിലൂടെ യാത്ര ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്ര നെറികേടാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടല്ല തുർക്കിയുടെ കമ്പനിയെ ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്നതും പാകിസ്ഥാനെ കടിക്കുന്നതും. നമ്മളിൽപ്പെട്ട 26 പേരെ ഭീകരര് കൊലപ്പെടുത്തിയത് കൊണ്ടാ. അല്ല, ഈ പറയുന്ന ട്രാവലറുടെയൊക്കെ വീട്ടിലെ ആരെങ്കിലും ആയിരുന്നു ഈ ഭീകരർ കൊലപ്പെടുത്തിയത്? എന്നിട്ട് നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാനെ സഹായിച്ചത് ഈ പറയുന്ന തുർക്കിയാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ വ്യക്തിയൊക്കെ യാത്ര പോകും. വളരെ ലളിതമായിട്ടുള്ള ചോദ്യം. എന്നിട്ട് ഇതിന് എനിക്ക് അത്ഭുതം തോന്നുക, എത്ര ആളുകളാണ് ഈ യാത്രക്കൊക്കെ വന്നിട്ട് ലവ് ചിഹ്നോ വലിയ ആവേശവും പിന്തുണയൊക്കെ കൊടുക്കുന്നത്? നിങ്ങളൊരു ട്രാവലർ അല്ലേ? നിങ്ങൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾ ഓരോ സമയം ഒന്ന് മാറ്റി വെച്ചുകൂടായിരുന്നു? നിങ്ങൾക്ക് അവിടേക്ക് പോവാതെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇടാതിരുന്നൂടെ? നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിലിരിക്കുമ്പോൾ നിങ്ങളൊരു വേൾഡ് ടൂർ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ പോകണമെങ്കിലും ആ രാജ്യത്തെ കുറിച്ച് എന്തിനാണ് ഇവിടെ എന്ത് ഗുണമാണ് നിങ്ങൾ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്? തീരെ മനസ്സിലാവുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഏത് വിധേയരെയും അപമാനിക്കാൻ ലക്ഷ്യവുമായിട്ട് ഇത്തരം കുറെ നെറികെട്ടവന്മാരുണ്ട്. അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വീണ്ടും ഇവൻ പറയുന്നത് കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം മല്ലു ട്രാവലറിന്റെ വീഡിയോ മൊത്തം കണ്ട കാരണം എനിക്കിപ്പോൾ ഇത് കണ്ടിട്ട് ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് ചിരിയാണ് എനിക്ക് വരുന്നത്. എനിക്കറിയില്ല, എനിക്കിനി എന്തെങ്കിലും തലയ്ക്കസുഖം ഉള്ളതുകൊണ്ടാണോ മല്ലു ട്രാവലറിൻ്റെ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും തോന്നാഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവൻ്റെ വീഡിയോ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, എൻ്റെ പൊന്നോ ഇവൻ ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്തോ എന്ന് ഉള്ള തോട്ടായിരുന്നു എനിക്കും വന്നത്. ഇവൻ്റെ വീഡിയോസ് കണ്ടിട്ട് മല്ലു ട്രാവലറിൻ്റെ വീഡിയോ കാണാത്ത
എന്തുമാത്രം ആളുകളുണ്ടാവും അല്ലേ. അവർക്ക് എല്ലാവർക്കും വരുന്നത് എനിക്ക് വന്ന പോലത്തെ മല്ലു ട്രാവലറിനോടുള്ള ഹെയ്റ്റ് ആയിരിക്കും അവരുടെ മനസ്സിൽ പൊട്ടി മുളയ്ക്കുന്നത്. ഞാൻ പോയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ്റെ മല്ലു ട്രാവലറിൻ്റെ വീഡിയോസൊക്കെ കണ്ടു നോക്കി. അതുകൊണ്ട് എനിക്ക് ഇതിപ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഇവൻ്റെ വീഡിയോ മാത്രം കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ എന്തുമാത്രം ഹെയ്റ്റ് ആയിരിക്കും ഇവൻ കുത്തിവെക്കുന്നത്. ഹെയ്റ്റാണ് കുത്തിവെക്കുന്നതെന്ന് ഇവന് നല്ല ധാരണ കാണും. ഇവന് വ്യക്തമായ ധാരണകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവൻ ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. എങ്ങനെ ഏത് രീതിയിൽ ആൾക്കാരുടെ മൈൻഡിൽ സാധനങ്ങൾ കുത്തി വെക്കണം എന്നിവന് നല്ല രീതിയിൽ അറിയാം. അതിൻ്റെ സംസാരം കേട്ടാലും അറിയാം. കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാം. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങളെ തകർത്തു എന്ന് ഇവിടെയുള്ള സോഷ്യൽ മീഡിയകളിൽ തെളിവുണ്ട് എന്ന് പാകിസ്ഥാൻ പോലും പറഞ്ഞത്. അപ്പൊ നമ്മുടെ രാജ്യത്തെ ഒറ്റ ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന ചോദ്യമാണ് പാകിസ്ഥാൻ ഉയർത്തിപ്പിടിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ തുർക്കിയിലെ ഭരണാധികാരികളും ഇന്ത്യക്കാർക്ക് ഞങ്ങളെയാണ് താല്പര്യം എന്ന് പറഞ്ഞ് ഈ പറയുന്ന വ്യക്തിയുടെ വീഡിയോ പൊക്കിപ്പിടിച്ച് നടക്കില്ലേ? നമ്മൾ ഒറ്റക്കെട്ടാണ്. കാശ്മീരിൽ ഭീകരർ വന്ന് കൊലപ്പെടുത്തി അതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശമല്ലേ ലോകത്തിന് കൊടുക്കേണ്ടത്? ആ സമയത്ത് പാകിസ്ഥാൻ ആയുധം കൊടുത്തിട്ടുള്ള ഒരു രാജ്യത്ത് പോയിട്ട് എന്ത് നെറികേടാണ് ഈ നെറികെട്ടവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര നെറികേടാണ്. ഇതിനും കുറച്ച് ആളുകളുണ്ട്, ഇത് മറ്റൊരുന്നുണ്ട് ഇരുന്ന് തോന്നുന്നതുപോലെ പാകിസ്ഥാനും തുർക്കിക്കും ചൈനക്കും പിന്തുണയടിച്ച് നടക്കുന്നത്. അതാരെ പറ്റിയാണോ പ്രതിപാദിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ നേതൃത്വം ശക്തമായിട്ട് പാകിസ്ഥാനൊക്കെ അടിച്ച് വളരെ വളരെ വലിയ രീതിയിൽ വിജയം നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ സകല മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത വരുമ്പോൾ ഇത്തരം ആളുകൾ ഇത്തരം നെറികെട്ടവന്മാർ ഇരുന്നിട്ട് പറയാണ് തുർക്കി സൂപ്പറാണ്, എത്ര ഉളുപ്പില്ലായ്മയാണ്, എത്ര നെറികേടാണ്, ഇവരൊന്നും ഒരു ബോധവുമില്ലേ. ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്ത നമ്മുടെ രാജ്യവുമായിട്ട് പ്രശ്നമുള്ളത് കൃത്യമായിട്ട് ഈ വ്യക്തിക്ക് അറിയാം. നിനക്ക് ഇതിനെ നടപടി എടുക്കണം. നമ്മൾ ഈ വീഡിയോ എടുത്ത് മുന്നോട്ട് വെക്കുന്ന ഒറ്റ കാര്യം കൂടാ, ഇത്തരം ഇൻഫ്ലുവൻസർമാർ ഈ പറയുന്ന തുർക്കി സൂപ്പറായെന്ന് പറയുമ്പോൾ ഇവരൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ കരുതും അത് വലിയ സ്വഭാവമാണ്, അതാണ് നല്ലത് എന്ന്. അതില്ലാതിരിക്കാൻ കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഇവനെ പോലുള്ള ഫസലിനെ പോലുള്ളവന്മാർ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ആരെ നോക്കിയാലും അവന്മാർ രാജ്യദ്രോഹികളും നെറുകെട്ടവന്മാരായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അത് മുന്നോട്ട് വെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വ്ലോഗറൊക്കെ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ നെറുകേടാണ്. നമ്മുടെ രാജ്യ താല്പര്യത്തിന് എതിരെയായിട്ടാണ് ഈ വ്യക്തിയൊക്കെ വ്ലോഗ് ചെയ്ത് ഈ തുർക്കിയിലൂടെ സഞ്ചരിക്കുന്നത്. നമ്മുടെ രാജ്യ താല്പര്യത്തിന് എതിരാണ് എന്നുള്ളതിൽ ഒരു തർക്കം വേണ്ട. ഇത്തരം നമ്മുടെ ശത്രു രാജ്യങ്ങളെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിൽ നിന്ന് പ്രതിനിധികളെ പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഈ തുർക്കിയൊന്നും ലിസ്റ്റ് പോലില്ല. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് നമ്മുടെ രാജ്യ താല്പര്യത്തിന് എതിരാണ് ഈ വ്ലോഗറൊക്കെ ചെയ്യുന്നത്. അത് നെറികേടാണ്. ഇവരൊക്കെ എതിരെ നടപടി എടുക്കുക തന്നെ ചെയ്യണം. രാജ്യ താല്പര്യങ്ങൾക്ക് എതിരാണ് എന്ന് ഫസൽ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ വന്ന മറ്റൊരു ഡൗട്ട്, ഈ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടന്ന സമയത്ത് രാജ്യ താല്പര്യം ഇസ്രായേലിന് ഫേവർ ആയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ഇന്ത്യ ഇസ്രായേലിനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാണ് എൻ്റെ അറിവ്. തെറ്റുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അറിയിക്കുക. അങ്ങനെയുള്ള സമയത്ത് തന്നെ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റികൾ സേവ് പാലസ്തീൻ എന്നും പറഞ്ഞ് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ, പാലസ്തീനിൽ പോയിട്ടൊന്നുമില്ല, ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ഓൺലൈൻ ക്യാമ്പയിനുകൾ നടത്തുക. ഏതോ മറ്റേ നമ്മുടെ കനി കുസൃതിയൊക്കെ ഏതൊരു വലിയ അവാർഡ് ചടങ്ങിലൊക്കെ പോയപ്പോഴും മറ്റേ കളർ കോമ്പിനേഷനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അവർ പാലസ്തീന് സപ്പോർട്ടൊക്കെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അതൊക്കെ താല്പര്യത്തിന് എതിരല്ലേ? അപ്പോൾ അവരെല്ലാവരും രാജ്യദ്രോഹികളാണോ, നെറികെട്ടവന്മാരാണോ, രാജ്യത്തിനെതിരെ നെറികേട് പ്രവർത്തിക്കുന്നവരാണോ? മല്ലു അതിലൊന്ന് ബൈക്ക് ഓടിച്ച് പോയതേ ഉള്ളൂ. അപ്പോഴേക്ക് രാജ്യ താല്പര്യത്തിനെതിരാണ് എന്ന് പറഞ്ഞ ഫസൽ ഇവരെല്ലാവരും രാജ്യദ്രോഹികളായിട്ടാണോ മുദ്ര കുത്താൻ ഉദ്ദേശിക്കുന്നത്? അതോ ഇനി ഇവരെല്ലാം രാജ്യദ്രോഹികളായിട്ട് മുദ്ര കുത്തി ഫസൽ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ഫസലിൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ. നമുക്കിനി എന്തായാലും മല്ലു ട്രാവലറിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഗൈസ്. മല്ലു ട്രാവലറുടെ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. തുർക്കിയിൽ 3 വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വീഡിയോ എപ്പിസോഡ് 29 ആണ്. ഇതിന് മുന്നേ വേൾഡ് ടൂർ റിലേറ്റഡ് 28 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്ത് ഇറാഖാണ്. ഇറാഖിൽ നിന്ന് തുർക്കി ബോർഡർ ക്രോസ് ചെയ്യുന്നതാണ് പുള്ളിക്കാരൻ ഇട്ടേക്കുന്നത്. 18 മിനിറ്റ് 49 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ. ഇത് ബോർഡർ ക്രോസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. ഇറാഖിൽ നിന്ന് തുർക്കിയിലോട്ട് കടക്കുകയാണ്. ഇതിനകത്ത് 90% സ്ഥലത്തും പുള്ളി വെറുതെ ബൈക്ക് ഓടിച്ച് നടക്കുകയാണ്. തുർക്കിയെ പറ്റി യാതൊരു കാര്യം പറയുന്നില്ല. ഡോക്യുമെന്റ്സ് കൊടുക്കുന്നു, അവരോട് സംസാരിക്കുന്നു, ആ ബോർഡർ ക്രോസ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഭൂരിഭാഗം സ്ഥലത്തും ഉള്ളത്. ഇതിന് തുർക്കിയെ പറ്റി വലിയ കാര്യമായിട്ടൊന്നും പുള്ളിക്കാരൻ പറയുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു തുർക്കിക്കാരനോട് സംസാരിക്കുന്ന ഒരു വിഷ്വൽസ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. इंडिया हिंदुस्तान अयवा كله مشكلة يا اوكي يا اوكي اوكي ഇന്ത്യയിൽ പോകുമ്പോൾ എന്തിനാ നോൻ പറഞ്ഞത്? ഷോൺ അറിയുന്നില്ല, ഓരോ കൺട്രിയാണ് ഓപ്പോസിറ്റ് ആൾക്കാരെ സഹായിക്കുന്നത്. ആസ് എ ട്രാവലർ എന്തത്
എന്തോ അറബിയിൽ പറഞ്ഞു. അതിന് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അറബി അറിയാത്തതുകൊണ്ട്. ഫസലിന് അറബി അറിയാമെങ്കിൽ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നാൽ കൊള്ളാമായിരുന്നു. കുലു മുഷ്കില, ഇന്ത്യക്കെതിരെ വല്ലതും പറഞ്ഞാണോ? അവിടെ ഒന്നാം പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ബോംബിടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ മല്ലു ട്രാവലർ ഇവൻ പറയുന്നുണ്ട് അവന് അറിയില്ല, അവൻ്റെ രാജ്യമാണ് നമ്മുടെ എനിമീസിനെ സഹായിക്കുന്നതെന്നൊക്കെ. അതിനുശേഷം പുള്ളി എന്തോ ആസ് എ ട്രാവലർ എന്ന് പറഞ്ഞിട്ട് എന്തോ പറയാൻ വന്നതാണ്. അപ്പോഴെന്തോ സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നു. പിന്നെ പുള്ളി പറയാൻ വന്ന കാര്യം, അതിൻ്റെ ബാക്കിയുള്ള കാര്യം പുള്ളി പറഞ്ഞിട്ടില്ല. ആസ് എ ട്രാവലർ മല്ലു ട്രാവലറിൻ്റെ വ്യൂ പറയാൻ വന്നതാവാം. പിന്നെ അത് എന്തായാലും ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴും മല്ലു ട്രാവലർ കുറച്ച് കാര്യം പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ത്യ വിരുദ്ധത, ഫസൽ പറഞ്ഞ പോലെ ഇന്ത്യ വിരുദ്ധത തള്ളിമറിക്കുന്ന മല്ലു ട്രാവലറിനെ നമുക്ക് കാണണ്ടേ. വെൽക്കം ടു തുർക്കി നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കുണ്ടും കുഴിയിലെ റോഡ് വരും കേട്ടോ. നല്ല കുണ്ടും കുഴിയിലെ അടിപൊളി റോഡാണ്. എനിക്ക് തോന്നുന്നു ബോർഡർ ആയിട്ട് പണികൾ നടക്കുന്നുണ്ട്. കാരണം തുർക്കിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നു ദ ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ കൺട്രിക്കുള്ളത്. പാലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ടണൽസ് ആണെങ്കിലും വേറെ എവിടെ ഇല്ലാത്ത അത്രയും ടോപ്പ് സംഭവം കേട്ടോ ഇവിടെ. തുടക്കത്തിൽ പറയുന്നുണ്ട് കുണ്ടും കുഴിയുള്ള റോഡാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നതൊക്കെ. അത് ഫസൽ കണ്ടില്ലേ? അത് എടുത്തിട്ട് മല്ലു ട്രാവലറിൻ്റെ പോസിറ്റീവായിട്ട് പറയാമായിരുന്നല്ലോ. മല്ലു ട്രാവലർ പറഞ്ഞ ഓരോ വാക്കുകളിലും രാജ്യവിരുദ്ധത കണ്ടെത്തിയ ഫസൽ ഈ കുണ്ടും കുഴിയും കുറഞ്ഞ റോഡാണ് നമ്മളെ സ്വാഗതം ചെയ്തതെന്ന് പറഞ്ഞതിൽ മല്ലു ട്രാവലർ രാജ്യസ്നേഹിയാണെന്നും കൂടെ കുത്തിക്കയറ്റാമായിരുന്നു. അതിനുശേഷം പറയുന്നത് മുമ്പ് വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാതെ ഈ വട്ടം പുള്ളിക്കാരനങ്ങ് തുർക്കി അതാണിതാണെന്ന് പൊക്കി പറയുന്നതല്ല. മുമ്പ് വന്നപ്പോൾ കഴിഞ്ഞ വട്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് വീഡിയോയിൽ ഇത് വീഡിയോ മൊത്തം എനിക്ക് കാണിക്കാൻ പറ്റില്ല. 18 മിനിറ്റിൽ എനിക്ക് തോന്നുന്നില്ല ഒരു 2 മിനിറ്റ് തികച്ച് തുർക്കിയെ പറ്റി എന്തെങ്കിലും മല്ലു ട്രാവലർ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ഫസൽ പറയുന്നത് മല്ലു ട്രാവലർ ഈ സമയത്ത് പോയിട്ട് തുർക്കിക്ക് ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചറാണ് അതാണിതാന്നൊക്കെ പറയുന്നത്. ഇനി രണ്ടാമത്തെ വീഡിയോ 36 മിനിറ്റ് ഉണ്ട്. 36 മിനിറ്റ് 7 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞത് ഈ 3 വീഡിയോസിലും പുള്ളിക്കാരൻ മോസ്റ്റ് ഓഫ് ദി ടൈം ബൈക്ക് ഓടിക്കുന്ന സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. സംസാരം വളരെ കുറവാണ്. തുർക്കിയെ അധികം ദിവസം ഞാനില്ല, മാക്സിമം 1-2 ദിവസം. കാരണം ഞാൻ നേരെ പിടിക്കുന്നത് ജോർജിയയിലേക്കാണ്. ജോർജിയ പോയിട്ട് അർമേനിയയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തുർക്കി എക്സ്പ്ലോറിംഗ് ഇല്ല. തുർക്കി ഓൾറെഡി ഞാൻ 6000 കിലോമീറ്റർ തുർക്കിയിലെ പല സിറ്റിയിലെ കൂടി ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കണ്ടാൽ മതി കേട്ടോ. എല്ലാം തുർക്കിയിലെ മുക്കും മൂലം ഒരു വ്ളോഗറും ഒരു മലയാളം TV ചാനലും പോവാത്ത സ്ഥലങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ തവണ പോയിട്ട് അത്രയും കഷ്ടപ്പെട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മല്ലു ട്രാവലർ നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ട്. ഫസൽ പറഞ്ഞു മല്ലു ട്രാവലർ പല വട്ടം വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ കാണണം, കണ്ടേ പറ്റൂ, അതേതാണെന്നൊക്കെ ഏതാണ്ട് മല്ലു ട്രാവലർ നമ്മളെ നിർബന്ധിക്കുന്ന പോലെയാണ് ഫസൽ പറഞ്ഞത്. ഇതിൽ നിർബന്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സംഭവം ഞാൻ നേരെ ചവിട്ടിപ്പിടി ജോർജിയിലേക്ക് വിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 700 കിലോമീറ്റർ ഉള്ളൂ സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് എത്താനുള്ളൂ. അപ്പോൾ ജോർജിയൻ ബോർഡർ പോയിട്ട് അവിടെ നിന്ന് ജോർജിയൻ ബോർഡർ ക്രോസ് ചെയ്തിട്ട് നേരെ അർമേനിയ പോകും. അതാണ് പ്ലാന്. ഇപ്പം തുർക്കിയിൽ നമുക്ക് ഡയറക്റ്റ് അർമേനിയ ബോർഡർ ക്രോസിംഗ് ഇല്ല. അവിടെ കംപ്ലീറ്റ് പ്രശ്നങ്ങളാണ്, യുദ്ധം കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ പോലെ തന്നെ. അപ്പം ഇവിടുന്ന് ജോർജിയ പോയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തുർക്കിയിൽ എക്സ്പ്ലോർ ചെയ്യുക വെച്ചാൽ സിമ്പിളാണ്. ഞാൻ ഓൾറെഡി ഈ രാജ്യം കറങ്ങിയതാണ്, ഒരുപാട് കറങ്ങിയിട്ട് 10-30ഓളം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടാൽ മതി. അതേ സാധനങ്ങൾ ഒന്നുകൂടി കാണിക്കാനുണ്ടോ. പിന്നെ ഇത് വളരെ വലിയ രാജ്യമാണ്. ഇവിടെ നിന്ന് ഇസ്താംബുളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 1000 കിലോമീറ്റർ ഓടണം. ഇപ്പം നമ്മുടെ ലൊക്കേഷൻ എന്നുള്ളത് ജോർജിയ, അർമേനിയ, ബാക്ക് ടു ജോർജിയ, റഷ്യ, പിന്നെ ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ. ഇതാണ് എൻ്റെ ഫസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ വീണ്ടും പുള്ളി പറയുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എക്സ്പ്ലോർ ചെയ്യാത്തതിൻ്റെ റീസൺ ആയിട്ടാണ് പറഞ്ഞത് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെയും നിർബന്ധിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. നിങ്ങൾക്ക് പോയി കണ്ടേ പറ്റൂ, തുർക്കി അതാണിതാണെന്നും പറഞ്ഞ് പൊക്കി അടിച്ചിട്ട് പോയി നിർബന്ധിച്ച് കാണിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫസലിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത്. മല്ലു ട്രാവലർ നമ്മളെ ഇതിപ്പോൾ തുർക്കി കാണിച്ചേ അടങ്ങും എന്ന രീതിയിൽ പറയുന്നതായിട്ടാണ് ഫസലിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വന്ന ആ ഒരു ഫീലൊക്കെ. എന്തായാലും കൊള്ളാം. ഈ ഒരു ഏരിയ ഉണ്ടോ ഫുള്ള് ഉരുളങ്കല്ലാണ്. നോക്കിയാ ഉരുളൻ കല്ലുകൾ മാത്രമോ കണ്ടില്ല. നമ്മൾ ഇതേപോലത്തെ ഉരുളൻ കല്ല് മുന്നേ കാണിച്ചിരുന്നു ഒരു സ്ഥലത്തെ ഒരു രാജ്യത്ത് ഇതേപോലെ ഉരുളൻ കല്ലുകളും കാണിച്ചിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. സൗദി അറേബ്യയിൽ നിന്ന് ജോർദാനിലേക്ക് പോകുന്ന വഴിക്ക്, മദീനയിൽ നിന്നും മക്കയും മദീനയിലും കഴിഞ്ഞ് ജോർദാനിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളൊരു കാട്ടിലേക്ക് കൂടി പോയില്ലേ, ഞാനും ബൽക്കിയും മക്കളും നമ്മൾ ഫോർച്യൂണർ എടുത്തിട്ട്. എന്നാലും ഞാൻ കാണിച്ചു തന്നിരുന്നു. എന്താണെന്നല്ല ഉൽക്ക വീണിട്ട്, പണ്ട് കാലങ്ങളിൽ ഉൽക്ക വീണിട്ട് ആയതെന്ന് തോന്നുന്നു ചെറിയ കല്ലുകൾ 60-70 കിലോമീറ്റർ നീളത്തിലുണ്ടോ. സൗദിയിൽ അങ്ങനത്തെ ഒരുപാട്. സൗദിയെ പറ്റി ചെയ്ത വീഡിയോയെ പറ്റിയും പറയുന്നുണ്ട്. തുർക്കിയെ പറ്റി ചെയ്ത വീഡിയോ മാത്രമല്ല നിങ്ങൾ കണ്ടാൽ മതി അതേതാണെന്നൊന്നും പറയുന്നില്ല. സൗദിയെ പറ്റി ചെയ്ത വീഡിയോയെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. നോക്കിയേ ഇതെന്താ സ്വിറ്റ്സർലാൻഡോ? നോക്കിയേ നല്ല പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ. ഇവിടെ നോക്കിയേ കണ്ടോ, നല്ല ഗ്രീനറി അല്ലേ ഫുള്ളും.
സ്വിറ്റ്സർലാൻഡിൽ പോയ ഫീൽ ആവുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസൽ പറഞ്ഞ സ്വിറ്റ്സർലൻഡിനേക്കാൾ മികച്ചതായിട്ട് മല്ലു ട്രാവലർ തുർക്കിയെ പൊക്കിയടിച്ച സ്ഥലങ്ങളൊക്കെ. ഒരാളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു രക്ഷയില്ലാത്ത റോഡാണ്, ഒരു രക്ഷയില്ലാത്ത സീനറിയാണ്. വാവ്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടോ. നമുക്ക് ഇനിയും 636 കിലോമീറ്റർ ഇനി ഓടാനുണ്ട് ബോർഡറിലേക്ക്. എൻ്റെ മോനെ, ഇതെന്താ ഇതെന്താ എന്താ ഇത്, എന്ത് രസം നോക്കിയേ. ഒരു ഫോട്ടോ എടുക്കണം. ശരിക്കും നിങ്ങൾ നോക്കിയേ, അവിടെ നടന്നോ പക്ഷിയുടെ സൗണ്ടെല്ലാം കേൾക്കാം കേട്ടോ. എന്ത് രസമല്ലേ. നമ്മൾ വന്ന സ്ഥലമൊക്കെ ഓർമ്മയില്ലേ, ബസ്രയിലെ മരുഭൂമിയിൽ ഓർമ്മയില്ലേ, ഞാൻ കുടുങ്ങിയ സ്ഥലമൊക്കെ ഓർമ്മയില്ലേ. ഇത് സ്വിറ്റ്സർലാൻഡിനേക്കാളും ടോപ്പാട്ടോ. തുർക്കി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ശരിക്കും പോകേണ്ട പോലെ പോയാലേ നമുക്കത് അറിയാൻ പറ്റും. ഒന്നാമതൊരു വണ്ടി പോലല്ലോ. ഓക്കെ ഗൈസ്, അങ്ങനെ മല്ലു ട്രാവൽ പറഞ്ഞിരിക്കുന്നു തുർക്കി സ്വിറ്റ്സർലാൻഡിനേക്കാൾ അതിമനോഹരമാണ് എന്ന് പൊക്കി അടിച്ചിട്ടുണ്ട്. ഫസൽ പറഞ്ഞ പോലെ തന്നെ പൊക്കി അടിച്ചിട്ടുണ്ട്. ഫസൽ പറഞ്ഞത് മല്ലു ട്രാവലർ പറഞ്ഞത് എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ഒന്ന് ചിന്തിക്കും, മല്ലു ട്രാവലറിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് പറയുമായിരുന്നു? ഇത്രയധികം രാജ്യങ്ങളിലൂടെ ബൈക്ക് ഓടിച്ച്, മരുഭൂമിയിൽ കൂടെയും അതിലെല്ലാം ബൈക്ക് ഓടിച്ച് വന്നിട്ട് ഇങ്ങനൊരു സ്ഥലം കാണുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് തുർക്കി ബഹിഷ്കരിച്ചിരിക്കുകയാണ്, ഇത് കാഴ്ചകളൊന്നും കൊള്ളില്ല എന്ന ചിന്തയാണോ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിപ്പോൾ യുദ്ധം നടന്നു, ബഹിഷ്കരിച്ചു, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ എന്ന് പറഞ്ഞ് ഇയാൾ ഇതിലെ യാത്ര പോകുമ്പോൾ ഇത്ര നല്ലൊരു കാഴ്ച കാണുമ്പോൾ അത് നല്ലതല്ല, ഓക്കെ ഇത് യുദ്ധം നടക്കുന്ന കാരണം ഇത് നല്ലതല്ല എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമോ? എൻ്റെ മൈൻഡിൽ വരില്ല, എന്തായാലും വരില്ല. ഇതിപ്പം അത് ഞാൻ രാജ്യദ്രോഹി ആയതുകൊണ്ടാണെന്ന് ഇപ്പോൾ ചിലപ്പം ഫസൽ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ പറയുമായിരിക്കും ഞാൻ രാജ്യദ്രോഹിയാണെന്ന് പറയുമായിരിക്കും. ഞാൻ ഒരിക്കലും നമ്മുടെ ആളുകളെ അവർ ഒരു പ്രകോപനവും ഇല്ലാതെ വെടിവെച്ച് പോകുന്നതിനെയോ ഇതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനെ ഞാൻ സപ്പോർട്ടും ചെയ്യുന്നില്ല. അത് അവർക്ക് തിരിച്ചടി കൊടുക്കേണ്ട രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മാന്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണുമ്പോൾ എന്തായാലും ഞാനാണ് മല്ലു ട്രാവലറിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാനും ഇങ്ങനെ തന്നെ പറയൂ. ഞാൻ അത്ര ചിന്തിച്ചിട്ടുള്ളൂ. അത് ഞാൻ രാജ്യദ്രോഹി ആയതുകൊണ്ടാണോ? ഈ നല്ലൊരു സ്ഥലം കണ്ടിട്ട് അത് നല്ല രസമുണ്ട് എന്ന് പറയുന്നത് പോലും രാജ്യദ്രോഹം ആകുമോ? അതെന്തിനാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വളച്ചൊടിച്ച് രാജ്യദ്രോഹി, നെറിയട്ടവൻ രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെ എന്തിനാണോ ഇങ്ങനെ ഹെയ്റ്റ് വരുത്തുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ മല്ലു ട്രാവലറിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരും, ഇങ്ങനൊരു നല്ല സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നല്ലത് എന്ന് പറയൂ. ഈ രാജ്യദ്രോഹപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നവരെ വിമർശിക്കണം, അവർക്കെതിരെ സംസാരിക്കുക തന്നെ വേണം, ശബ്ദം ഉയർത്തുക തന്നെ വേണം. പക്ഷെ ഇതിലെവിടെയാണ് രാജ്യദ്രോഹം? ഇതിലെവിടെയാണ് നെറികേടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താൻ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വിഷം കുത്തി വെക്കുന്നത്? ഒരു വീട് എടുക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ നടുവിൽ എവിടെ എടുക്കണം, നല്ല രസമുണ്ടോ? ഇത് നടുവിൽ എവിടെയെങ്കിലും വീട് എടുക്കണം, അപ്പൊ നല്ല രസത്തില് പോ. വാവ്, നല്ല മണം. നെല്ലാണോ ഇത്? നെല്ലല്ല, എന്താണെന്ന് മനസ്സിലാവില്ല, പക്ഷെ നല്ല മണം. നല്ല അടിപൊളി ഒരു തടാകാണ്. നല്ല മീനുണ്ട്, തുള്ളിച്ചാൽ കളിക്കുന്നത്. അവിടെ ഒരുപാട് വീടുകളുണ്ട്. ഇവിടെ വീടുകൾ, തടാകം മാത്രം, ആരുമില്ല, ഞാൻ മാത്രം. നല്ല രസമല്ലേ? നല്ല വീടുകളുണ്ട് അവിടെ. ഇതിന്റെ സൈഡിലാണ് നല്ല മനോഹരമായ വീടുകൾ. എനിക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പോയി അവിടെ ഒരു ദിവസം താമസിച്ചേ, സത്യം. കാരണം ഇവിടെയൊക്കെ താമസിക്കുന്ന അതൊരു ഭാഗ്യം കേട്ടോ. അതാ ഗൈസ്, വീണ്ടും ഫസൽ പറഞ്ഞ 1-2 ദിവസം മല്ലു ട്രാവലാണ് താമസിക്കണം എന്ന് പറഞ്ഞ സിറ്റുവേഷനും വന്നെത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല, ഫസലിൻ്റെ സംസാരം കേട്ടിട്ട് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ നിൽക്കുകയാണെങ്കിൽ എന്നെയും രാജ്യദ്രോഹിയായിട്ട് ഞാൻ തന്നെ മുദ്ര കുത്തി പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ലടാ ഫസലെ, നിൻ്റെ അത്ര ആൾക്കാരിലേക്ക് ഇങ്ങനെ വിഷം കുത്തി വെക്കണം എന്നുള്ള ചിന്ത എനിക്ക് എൻ്റെ മൈൻഡിൽ ഇല്ലാത്തതുകൊണ്ടാവും. എനിക്ക് ഈ സ്ഥലങ്ങൾ കണ്ടിട്ടും നല്ല സാധനങ്ങൾ കണ്ടാൽ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നുന്നത് കൊണ്ടാവാം എനിക്ക് നിൻ്റെ അത്ര ഇങ്ങനെ ഹെയ്റ്റ് പരത്തിവിടാൻ എനിക്ക് തോന്നാത്തത് കൊണ്ടും ആവും ഈ വീഡിയോസ് കണ്ടിട്ട് ഇയാളെ രാജ്യദ്രോഹിയായിട്ടും നെറുകെട്ടനായിട്ടും മുദ്ര കുത്താൻ തോന്നാത്തത്. ജോർജിയ, തുർക്കി എന്തുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാറുള്ളത് എനിക്ക് പറയുന്നില്ല, പക്ഷെ എനിക്ക് മനസ്സിലാക്കട്ടോ. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ വേണ്ട എന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ഫസലിൻ്റെ വീഡിയോയിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി, ഇവനെ നെറുകെട്ടവൻ ആയിട്ട് മുദ്ര കുത്തുന്നതിലെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ.
ചിലപ്പോൾ 3 വീഡിയോ ചെയ്തു അതായത് ചിലപ്പോൾ ഈ ഭാഗം പറയാതെ ബാക്കി ഭാഗങ്ങളെല്ലാം പറഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടെ എക്സ്ട്രാ നെറികെട്ടവനായിട്ട് ചിലപ്പോൾ മുദ്ര കുത്തിയേനെ. ഇത്രത്തോളം ഊതിപ്പെരിപ്പിച്ച് രാജ്യദ്രോഹ ലെവലിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊന്നും പുള്ളി പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ വെറുതെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, മല്ലു ട്രാവലർ ബീഫ് കഴിക്കൽ നിർത്തി എന്ന് പറയുന്നുണ്ട്. ഞാൻ ആക്ച്വലി ബീഫ് കഴിക്കൽ കുറവാണ് ഇപ്പം. ഞാൻ ബീഫ് കാരണം എനിക്ക് എന്താ അറിയില്ല, ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറിനുള്ളിൽ എന്തൊക്കെയോ പ്രശ്നം വരും, ദഹിക്കുന്നില്ല, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ആണ് തുടങ്ങി. അപ്പം ഞാനത് ഒഴിവാക്കി കേട്ടോ. ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു വീഡിയോ ഞങ്ങൾക്ക് മല്ലു ട്രാവലർ ബീഫ് വിരോധിയോ, ബീഫ് കഴിക്കുന്നവർക്കെതിരെ മല്ലു ട്രാവലർ സംഘിയോ ചാണകമോ, ബീഫ് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞോണ്ടേ ബീഫ് കഴിക്കുന്നവർക്കെതിരെ മല്ലു ട്രാവലർ അണിനിരക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അങ്ങ് പടച്ചു വിട്. ഇതിനൊക്കെ ഞാൻ എന്താ പറയേണ്ടത്? ഒരു സ്ഥലം കണ്ടിട്ട് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹിയാക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഫസൽ പറയുന്നുണ്ട് മല്ലു ട്രാവലർ നമ്മളെ അങ്ങ് നിർബന്ധിക്കുകയാണ്, പണ്ട് ചെയ്ത വീഡിയോസ് കാണണം, കണ്ടേ പറ്റൂ, അതാണ് തേങ്ങയാണെന്ന് മല്ലു ട്രാവലർ ഇങ്ങനെ വീണ്ടും പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചേ, ഇയാൾ മാത്രമാണോ തുർക്കിയെ പറ്റിയുള്ള വീഡിയോസ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്? എനിക്ക് ഫസൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോന്ന് മൈൻഡിൽ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. ഈ മല്ലു ട്രാവലർ മാത്രമല്ലല്ലോ ഈ തുർക്കിയെ പറ്റി വീഡിയോസ് ചെയ്തിട്ടുള്ളത്. സഫാരി ചാനലിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാലും അവിടെയും കിടപ്പുണ്ട് തുർക്കിയെ പറ്റിയുള്ള വീഡിയോസ്. തുർക്കി ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് മല്ലു ട്രാവലർ മാത്രം തുർക്കിയെ ബഹിഷ്കരിച്ചാൽ പോരല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സഫാരി ചാനലിൽ തുർക്കിയുടെ വീഡിയോയുടെ അടിയിൽ പോയിട്ട് എല്ലാവരും കമൻറ്റ് ഇടണം, നമ്മുടെ രാജ്യം തുർക്കി ബഹിഷ്കരിച്ചു, അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, നിങ്ങളും വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രാജ്യദ്രോഹിയാണ്, നെറികെട്ടവനാണ് എന്ന് പറഞ്ഞ് നമുക്കൊന്ന് കമൻറ്റും കിട്ടാലോ. അതും നമ്മളെ തുർക്കിയെ ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കുന്ന വീഡിയോസൊക്കെ അല്ലേ, തുർക്കിയെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ കാണുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ മല്ലു ട്രാവലറിനെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരല്ലോ. മല്ലു ട്രാവലർ ഇപ്പം അതിലെ വീണ്ടും ഒന്നുകൂടെ പോകേണ്ട സാഹചര്യം വന്നപ്പോൾ പോയിട്ട് അതിൽ പറഞ്ഞു പോയി, മുമ്പത്തെ വീഡിയോ ചെയ്തിട്ട് പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും വന്നിട്ട് സഫാരി ചാനലിൽ ഇതുപോലെ തുർക്കിയെ പറ്റി വീഡിയോസ് പറയുന്നുണ്ട്, എല്ലാവരും പോയി കാണണമെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്നാലോ? അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ എല്ലാവർക്കും കൂടെ കൂട്ടത്തോടെ പോയിട്ട് സഫാരി ചാനലിൽ ഇത് ഡിലീറ്റ് ചെയ്തേ പറ്റൂ, നമ്മൾ തുർക്കിയെ ബഹിഷ്കരിക്കണം, അതുകൊണ്ട് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ നെറികെട്ടാനാണെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടയിൽ തുടങ്ങാം. ഫസൽ അതിനും കൂടെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വീഡിയോ ചെയ്യണം. സഫാരി ചാനൽ ഇതുവരെ തുർക്കി വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും പുള്ളിയും രാജ്യദ്രോഹിയാണ്, അതുകൊണ്ട് എല്ലാവരും ബഹിഷ്കരിക്കുക, എല്ലാവരും സഫാരി ചാനൽ ബഹിഷ്കരിക്കുക, പോയി കമൻറ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫസൽ ഒരു വീഡിയോ ഇടണം. സഫാരി ചാനലിൽ നിന്നും മല്ലു ട്രാവലറിൻ്റെ ചാനലിൽ നിന്നും തുർക്കിയെ പറ്റിയുള്ള ആരൊക്കെ മലയാളികൾ വീഡിയോ ഇട്ടുണ്ടോ അവരുടെ എല്ലാ ചാനലുകളിൽ നിന്ന് ആ വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫസൽ മുൻകൈ എടുത്ത് മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മിക്കവാറും ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഫസൽ എന്നെയും രാജ്യദ്രോഹിയാക്കാനുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട്. ഈ രാജ്യദ്രോഹ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ അതിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അല്ലാതെ ഇങ്ങനെ രാജ്യത്തോടൊന്ന് പോയി കുറച്ച് സ്ഥലങ്ങൾ കണ്ടപ്പോൾ പറയുന്നുണ്ട് നല്ല രസമുണ്ടെന്ന് പറഞ്ഞും പോയി. ഇതിനും മാത്രം കടുത്ത പ്രയോഗങ്ങൾ ഒരാൾക്കെതിരെ നടത്തി ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ഒരാളുടെ മനസ്സിലേക്ക് ഇത്രത്തോളം ഹെയ്റ്റ് പടച്ചു വിട്ട് കുത്തി നിറച്ച് വെക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ ഞാൻ നെറികെട്ടവനോ രാജ്യദ്രോഹിയൊന്നും ആയിട്ടൊന്നുമല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.